നമസ്കാരം. ദയവായി എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്ന് കൈയടിക്കൂ. കാരണം ഇനി ഞാൻ പറയാൻ പോകുന്നത് അത്തരത്തിലൊരു കാര്യമാണ്. അന്താരാഷ്ട്ര വേദി ഭാരതത്തോട് കളിച്ച് ഒടുവിൽ സ്വന്തം മുണ്ടും മടക്കി കുത്തി ഓടേണ്ടി വന്ന പാകിസ്ഥാന്റെ അതിദയനീയമായ അവസ്ഥയുടെ വിശേഷങ്ങളുമായാണ് ഞാൻ ഇന്നെത്തിയിരിക്കുന്നത്. സ്വന്തം നാട്ടിലെ ജനങ്ങൾക്ക് കൊടുക്കാൻ 1 കിലോ ഗോതമ്പ് പൊടി പോലും ഇല്ലാത്തവർ ദാ ഇപ്പോൾ കോട്ടും സൂട്ടുമിട്ട് വന്ന് ഇന്ത്യക്ക് ക്ലാസ് എടുക്കാൻ നോക്കുന്നു. അതിന് ഡൽഹിയിലെ വിദേശകാര്യ മന്ത്രാലയം കൊടുത്തിരിക്കുന്ന പണി എന്താണെന്ന് അറിഞ്ഞാൽ നിങ്ങൾ ചിരിച്ചു മരിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. സ്വന്തം വീട്ടിലെ പട്ടിണി മാറ്റാൻ വകയില്ലാത്തവൻ അയൽക്കാരന്റെ ഐശ്വര്യത്തെക്കുറിച്ച് വലിയ രീതിയിൽ വേവലാതിപ്പെടുന്നു എന്ന് പറയുന്നത് എത്രത്തോളം വലിയ കോമഡിയാണ്. അതുതന്നെയാണ് ഇവിടെ പാകിസ്ഥാന്റെ കാര്യത്തിലും സംഭവിച്ചിരിക്കുന്നത്. പാക് അധീന കശ്മീരിലെ തെരുവുകളിൽ ഇപ്പോൾ പടർന്നു പിടിക്കുന്ന വൻ ജനരോഷത്തെ മുൻനിർത്തി ഭാരതമെടുത്ത ഈ അതിശക്തമായ പുതിയ നിലപാട് ശരിക്കും നിങ്ങളെ ഞെട്ടിക്കും. വെറുതെ നുണപ്രചാരണങ്ങളുമായി ഡൽഹിയെ പ്രതിരോധത്തിലാക്കാൻ നോക്കിയാൽ വിവരമറിയുമെന്ന് ലോകത്തിന് മുഴുവൻ ഭാരതം ഒരൊറ്റ വാർത്താ സമ്മേളനത്തിലൂടെ അങ്ങ് ബോധ്യപ്പെടുത്തി കൊടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണത്തോടെയുള്ള രാഷ്ട്രീയ നേതൃത്വത്തിന് കീഴിൽ ഭാരതത്തിന്റെ വിദേശ നയത്തിന് വന്നിരിക്കുന്ന ആ മാസ് മാറ്റം കാണുമ്പോൾ ഓരോ സാധാരണക്കാരനും നെഞ്ചു വിരിച്ചു നിൽക്കാം. മുൻപൊക്കെ അയൽ രാജ്യങ്ങൾ എന്തെങ്കിലും പ്രകോപനമുണ്ടാക്കിയാൽ ഐക്യരാഷ്ട്രസഭയുടെ വരാന്തയിൽ പോയി പരാതി നൽകി കാത്തിരിക്കുന്ന ഒരു പാവം ശൈലിയായിരുന്നു നമുക്ക്. എന്നാൽ ഇന്ന് സ്വന്തം മണ്ണിൽ ഇരട്ടി തന്റേടത്തോടെ ഉറച്ചു നിന്ന് ശത്രുക്കളുടെ കപട മുഖം മൂടി ലോകത്തിനു മുന്നിൽ വലിച്ചു കീറുന്ന അഗ്രസീവായ ഒരു ശൈലിയാണ് നാം കാണുന്നത്. പാകിസ്ഥാന് ഇപ്പോൾ ലഭിച്ച ഈ പണിയുടെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. പാകിസ്ഥാന് പതിറ്റാണ്ടുകളായി ഒരു പ്രത്യേക രോഗമുണ്ട്. സ്വന്തം രാജ്യത്ത് ഭക്ഷ്യക്ഷാമവും കടക്കെണിയും മൂലം രാജ്യം പിച്ചച്ചട്ടി എടുക്കുമ്പോഴും അവർ കശ്മീരിലേക്ക് നോക്കി വിഷം തുപ്പും. എന്നാൽ തങ്ങൾ നിയമവിരുദ്ധമായി കൈവശം വെച്ചിരിക്കുന്ന പാക് അധീന കശ്മീരിലെ ജനങ്ങളെ പാകിസ്ഥാൻ എങ്ങനെയാണ് മൃഗീയമായി ദ്രോഹിക്കുന്നതെന്ന് ഇന്ത്യ ഇത്തവണ ലോകത്തിന് മുന്നിൽ എണ്ണി പറഞ്ഞു കൊടുത്തു. അവിടെ ഇപ്പോൾ നടക്കുന്ന വൻ പ്രതിഷേധങ്ങൾ മറ്റൊന്നും കൊണ്ടല്ല, മറിച്ച് പാകിസ്ഥാൻ ഭരണകൂടം കാലങ്ങളായി അവിടെ നടത്തുകയും തുടരുകയും ചെയ്യുന്ന കടുത്ത സാമ്പത്തിക ചൂഷണത്തിന്റെയും ജനങ്ങളുടെ മൗലികാവകാശ ലംഘനങ്ങളുടെയും നേരിട്ടുള്ള ഫലമാണെന്ന് ഇന്ത്യ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ആഗോളവേദിയിൽ വലിയ സാമ്പത്തിക ശാസ്ത്രം ചർച്ച ചെയ്യാൻ വരുന്ന പാകിസ്ഥാൻ യഥാർത്ഥത്തിൽ ഇന്ന് ലോകത്തിന് മുന്നിൽ ഒരു വലിയ കോമഡിയായി മാറിയിരിക്കുന്നു. അവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾ തങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾക്കായി തെരുവിലിറങ്ങിയപ്പോൾ പരാതികൾ പരിഹരിക്കുന്നതിനു പകരം സ്വന്തം പോലീസ് സേനയെയും അർദ്ധ സൈനിക വിഭാഗത്തെയും ഉപയോഗിച്ച് മൃഗീയമായി വെടിവെച്ചിടുകയാണ് പാകിസ്ഥാൻ ചെയ്യുന്നതെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ തുറന്നടിച്ചു. സ്വന്തം അതിർത്തിക്കുള്ളിൽ പാവപ്പെട്ട സാധാരണക്കാർ നീതിക്ക് വേണ്ടി ചോരയൊഴുക്കുമ്പോൾ ഇല്ലാത്ത മനുഷ്യാവകാശത്തിന്റെ പേര് പറഞ്ഞ് ഭാരതത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന പാകിസ്ഥാന്റെ ആ വലിയ പൊള്ളത്തരം തന്നെയാണ് ഇന്ത്യ ഇവിടെ പൂർണ്ണമായി തുറന്നു കാട്ടിയത്. ലോകത്തിന് മുന്നിൽ വലിയ ജനാധിപത്യവാദികളായി അഭിനയിക്കുന്നവരുടെ യഥാർത്ഥ മുഖംമൂടിയാണ് ഇവിടെ അഴിഞ്ഞു വീണത്. കപട നയതന്ത്രവുമായി വരുന്നവർക്ക് ഇന്ത്യയുടെ യഥാർത്ഥ ചരിത്ര രേഖകളും വസ്തുതകളും വിദേശകാര്യ മന്ത്രാലയം മുഖത്തടിച്ചതുപോലെ എറിഞ്ഞുകൊടുത്തു. അതിനൊപ്പം തന്നെ ലോകത്തെ ചില വൻ ശക്തികൾക്കും പാശ്ചാത്യ മാധ്യമങ്ങൾക്കുമുള്ള കടുത്ത ഒരു താക്കീത് കൂടി ഈ പ്രസ്താവനയിലുണ്ട്. പാകിസ്ഥാൻ നടത്തുന്ന ഈ ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ അന്താരാഷ്ട്ര സമൂഹം പൂർണ്ണ ഉത്തരവാദിത്തം വഹിക്കണമെന്ന് ഇന്ത്യ കർശനമായി ആവശ്യപ്പെട്ടു. കടൽ കടന്നു വന്ന് ഭാരതത്തെ ഉപദേശിക്കാൻ നോക്കുന്ന വിദേശ ശക്തികൾക്ക് മുകളിലുള്ള ഒരു വലിയ പ്രഹരമായിരുന്നു അത്. സ്വന്തമായി ഒരു സാമ്പത്തിക ഭദ്രതയോ വികസന നയമോ ഇല്ലാത്ത പാകിസ്ഥാൻ പോലുള്ള ഒരു പരാജയപ്പെട്ട രാജ്യത്തിന്റെ കപട നാടകങ്ങൾ ഇനി ഭാരതത്തിന് മുന്നിൽ വില പോവില്ല എന്ന തിരിച്ചടി ആഗോള രാഷ്ട്രീയത്തെ തികച്ചും നിശബ്ദമാക്കുന്നതായിരുന്നു. ഇനിയെങ്കിലും സ്വന്തം പാത്രത്തിലെ ഓട്ടയടയ്ക്കാൻ നോക്കുന്നതാണ് പാകിസ്ഥാന് നല്ലത്. ഈ ഒരു പ്രസ്താവനയിലൂടെ ഭാരതം നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ്. നിങ്ങളിവിടെ ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കി പരമാധികാര രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്താൻ നോക്കേണ്ട. സ്വന്തം മണ്ണിലെ കലാപവും പട്ടിണിയും തീർക്കാൻ കഴിയാത്ത പാകിസ്ഥാൻ ഭരണകൂടം ആഗോള രാഷ്ട്രീയത്തിന്റെ ഗതി മാറ്റാൻ നോക്കുന്നത് വെറും അതിമോഹം മാത്രമാണ്. ലോകരാജ്യങ്ങൾ പോലും ഇന്ന് പാകിസ്ഥാന്റെ ഈ ഇരട്ടത്താപ്പ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. എന്നിട്ടും ഒട്ടും നാണമില്ലാതെ വീണ്ടും പഴയ പല്ലവി ആവർത്തിക്കുന്ന ഇവരെ എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടത്? ഭാരതത്തിന്റെ ഈ പുതിയ നയതന്ത്ര വിജയം കേവലം ഒരു പത്രസമ്മേളനത്തിൽ ഒതുങ്ങുന്നതല്ല, മറിച്ച് വരും തലമുറകൾക്ക് ആത്മവിശ്വാസത്തോടെ ലോകത്തിന് മുന്നിൽ സംസാരിക്കാനുള്ള വഴി തുറക്കലാണ്. നമ്മൾ ഇന്ന് കാണുന്ന ഈ ശക്തമായ വിദേശ നയം ശത്രുരാജ്യങ്ങളുടെ എല്ലാ പദ്ധതികളെയും പാടെ തകർത്തെറിയുന്ന ഒന്നാണ്.
വരും ദിവസങ്ങളിൽ പാകിസ്ഥാൻ ഇതിന് എന്ത് മറുപടി നൽകുമെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്? അവരുടെ ഭാഗത്തു നിന്ന് ഇനിയും ഇതുപോലുള്ള കോമഡികൾ നമ്മൾ പ്രതീക്ഷിക്കണം. ഇതുവരെ നമ്മൾ കണ്ടത് വെറും ട്രെയിലർ മാത്രമാണ്. യഥാർത്ഥ പിക്ചർ വരാനിരിക്കുന്നതേയുള്ളൂ. പാക് അധീന കശ്മീരിലെ ജനങ്ങൾ ഇന്ന് പാകിസ്ഥാന്റെ പതാക വലിച്ചു കീറി ഭാരതത്തിന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. അടിച്ചമർത്തലുകൾ എത്ര കാലം തുടർന്നാലും ഒരു ദിവസം അത് പൊട്ടിത്തെറിക്കുമെന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇപ്പോൾ അവിടെ സംഭവിക്കുന്നത്. സാമ്പത്തികമായും സാമൂഹികമായും തകർന്നടിഞ്ഞ ഒരു രാജ്യത്തിന് ഇനി അധികകാലം കശ്മീരിന്റെ മണ്ണിൽ അധികാരം സ്ഥാപിക്കാൻ കഴിയില്ലെന്ന് ഭാരതം അടിവരയിട്ട് പറയുന്നു. അന്താരാഷ്ട്ര തലത്തിൽ ഇത്തരം കടുത്ത നിലപാടുകൾ കൈക്കൊള്ളാൻ നമ്മുടെ ഭരണകൂടം കാണിക്കുന്ന ഈ ആർജവം അഭിനന്ദനാർഹം തന്നെയാണ്. തങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം സംസാരിക്കുന്ന വിദേശ ശക്തികൾക്ക് ഭാരതം നൽകുന്ന കൃത്യമായ താക്കീതാണിത്. ലോകത്തിന്റെ ഏത് കോണിലിരുന്ന് ആര് ഭാരതത്തിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യാൻ ശ്രമിച്ചാലും അതിനെ തകർത്തെറിയാൻ ഇന്ന് നമുക്ക് സാധിക്കും. കപട പ്രചാരണങ്ങളുമായി വരുന്ന ആഗോള മാധ്യമങ്ങൾക്ക് ഇനിയെങ്കിലും കണ്ണു തുറന്ന് സത്യം കാണാൻ ഈ സംഭവം ഇടയാക്കട്ടെ. നിങ്ങൾ കരുതുന്നത് പോലെ അത്ര എളുപ്പമല്ല പുതിയ ഭാരതത്തെ തോൽപ്പിക്കാനെന്ന് ശത്രുക്കൾ ഇപ്പോൾ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടാകും. ഭാരതത്തിന്റെ ചരിത്രത്തിൽ ഇത്രയും ധീരമായ നയതന്ത്ര ഇടപെടലുകൾ ഇതിനു മുൻപ് നമ്മൾ കണ്ടിട്ടുണ്ടാകില്ല. പഴയ കാലത്തെ പോലെ പ്രതിരോധത്തിൽ മാത്രം ഒതുങ്ങാതെ തിരിച്ച് നല്ല രീതിയിൽ പണി കൊടുക്കുന്ന ഒരു പുതിയ വിദേശ നയമാണ് നാം കാണുന്നത്. ഇത് ഏതൊരു സാധാരണക്കാരന്റെയും ഉള്ളിൽ വലിയൊരു അഭിമാനമാണ് ഉണ്ടാക്കുന്നത്. പാകിസ്ഥാൻ എന്ത് തന്നെ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും അന്താരാഷ്ട്ര ലോകം ഇപ്പോൾ അവരുടെ കപടമുഖം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. പട്ടിണിയിലായ ജനങ്ങളെ തോക്കുകൊണ്ട് നേരിടുന്ന ഒരു ഭരണകൂടത്തിന് എങ്ങനെയാണ് മറ്റുള്ളവരെ ജനാധിപത്യം പഠിപ്പിക്കാൻ കഴിയുക? ആഗോള രാഷ്ട്രീയത്തിന്റെ ഭൂതക്കണ്ണാടിയിലൂടെ നോക്കിയാൽ ഭാരതം കൈവരിച്ച ഈ നയതന്ത്ര വിജയം ചരിത്രതാളുകളിൽ രേഖപ്പെടുത്തേണ്ട ഒന്നാണ്. അവിടുത്തെ പ്രാദേശിക ജനത നേരിടുന്ന വിവേചനങ്ങളും പീഡനങ്ങളും ഇനി ആർക്കും മൂടിവെക്കാൻ സാധിക്കില്ല. അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ പാകിസ്ഥാൻ എന്ന രാജ്യത്തിന്റെ വിശ്വാസ്യത പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുന്നു. സ്വന്തം രാജ്യത്തെ വിഭവങ്ങൾ കൊള്ളയടിച്ച് സൈനിക മേധാവികൾക്ക് കൊട്ടാരങ്ങൾ പണിയുന്നവർ പട്ടിണി പാവങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് ശുദ്ധ വിഡ്ഢിത്തമാണ്. ഈ സത്യം ഇത്രയും കൃത്യതയോടെയും കണിശതയോടെയും ലോകവേദിയിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞത് ഭാരതത്തിന്റെ ശക്തമായ നിലപാടിന്റെ തെളിവാണ്. പാകിസ്ഥാൻ എന്ന തകർന്നുകൊണ്ടിരിക്കുന്ന സമ്പദ് വ്യവസ്ഥയെ ഇനിയും താങ്ങി നിർത്താൻ ലോക ബാങ്കിനോ മറ്റ് അന്താരാഷ്ട്ര സംഘടനകൾക്കോ കഴിയില്ലെന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ചൈനയുടെ കടക്കണിയിൽപ്പെട്ട് ഉഴലുന്ന ഒരു രാജ്യം ഭാരതത്തിനെതിരെ യുദ്ധഭീഷണി മുഴക്കുന്നത് തികച്ചും പരിഹാസ്യമാണ്. ഭാരതം ഇന്ന് ഡിജിറ്റൽ രംഗത്തും സാങ്കേതിക വിദ്യയിലും ബഹിരാകാശ ഗവേഷണത്തിലും ലോകത്തിന് മാതൃകയാകുമ്പോൾ അയൽ രാജ്യം ഇപ്പോഴും തീവ്രവാദവും ഭീകരവാദവും കയറ്റുമതി ചെയ്യുന്ന തിരക്കിലാണ്. ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള വ്യത്യാസം ഇന്ന് ലോകം വ്യക്തമായി കാണുന്നുണ്ട്. ആരും ഇനി ഭാരതത്തിന്റെ പരമാധികാരത്തിനു നേരെ വിരൽ ചൂണ്ടാൻ ധൈര്യപ്പെടില്ല. അതുകൊണ്ട് ഇനിയെങ്കിലും പാകിസ്ഥാൻ ഈ അന്താരാഷ്ട്ര കോമാളിത്തരം നിർത്തുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതോ പിച്ചച്ചട്ടിയെടുത്താലും ഈ ഇന്ത്യ വിരുദ്ധ ഭ്രാന്ത് അവർ തുടരുമെന്നാണോ? നിങ്ങളുടെ തോട്ട്സ് ഒട്ടും മടിക്കാതെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു രാഷ്ട്രീയ വിശകലനവുമായി ഞാൻ വീണ്ടും വരാം. നന്ദി.